ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആഗൂസ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന 10th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് ആണ്. കേരള സിലബസിൽ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികളുടെ മാത്തമാറ്റിക്സ് ആണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് പരീക്ഷയ്ക്ക് വരാൻ 100% ഉറപ്പുള്ള ക്വസ്റ്റ്യൻസാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിൽ സർക്കിൾസ് ആൻഡ് ആംഗിൾസിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നത്, ഇതിലെ കീ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ ആംഗിളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, ആർക്കിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അതുപോലെ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ നമ്മൾ പഠിക്കുന്നുണ്ട്, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്തെന്ന് പഠിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആംഗിൾ ഓൺ ആൻ ആർക്ക് എന്ന് പറയുമ്പം എന്താണ് ആംഗിൾ ഓൺ ആൻ ആർക്ക്? An arc. അതിൻ്റെ ഡെഫിനിഷനായിട്ട് നമുക്ക് എഴുതാം, ആംഗിൾ ഫോംഡ് ബൈ ദ സെയിം ആർക്ക് in the same segment, same arc in the same segment of a circle are equal. അത് നിങ്ങൾ മനസ്സിലാക്കി. ആംഗിൾ ഫോംഡ് ബൈ ദ സെയിം ആർക്ക് ഇൻ ദ സെയിം സെഗ്മെൻറ്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ. പ്രധാന പോയിൻ്റായിട്ട് നിങ്ങളത് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. ഈ പ്രധാന പോയിന്റുകൾ പറഞ്ഞതിന് ശേഷം നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. എന്താണ്? ദ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രിയാണ്. ആംഗിൾ subtended by the semicircular 90 degree. Angle in a semicircular 90 degree എന്ന് പഠിച്ചിരുന്നാൽ മതി എളുപ്പത്തിൽ. ആംഗിൾ ഇൻ എ സെമിസർക്കിൾ ഈസ് സെമിസർക്കിൾസ് ആർ 90 degree. അതുപോലെ സൈക്ലിക് ക്വാഡ്രിലാറ്റർ, മൂന്നാമതായിട്ട് പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളത് സൈക്ലിക് ക്വാഡ്രിലാറ്റർ. എന്താണ് സൈക്ലിക് ക്വാഡ്രിലാറ്റർ എന്ന് പറയുന്നത്? ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ വെർട്ടിസസ് എല്ലാം സർക്കിളിലെ പോയിന്റ് ഉൾക്കൊള്ളുന്നതാണ് സൈക്ലിക് ക്വാഡ്രിലാറ്റർ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ പറഞ്ഞാൽ, a quadrilateral whose vertices all lie on a circle. അതാണ് സൈക്ലിക് ക്വാഡ്രിലാറ്റർ എന്ന് പറയുന്നത്. ഒരു സർക്കിൾ, അത് നമ്മൾ ഫിഗറിലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു സർക്കിൾ വരച്ചു, അതിലെ 4 പോയിൻ്റ് ആ ഒരു ക്വാഡ്രിലാറ്റർ നമ്മൾ എടുത്തെന്ന് വെച്ചു. ഈ ഒരു ക്വാഡ്രിലാറ്റർ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ പോയിൻറ്റും ഇത് സർക്കിളിലെ പോയിൻ്റായിട്ട് വരും. അങ്ങനെയുള്ള ഒരു ക്വാഡ്രിലാറ്റർ പറയുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ABCD എന്ന് പറയുന്ന ഓ സെൻറ്ററായിട്ടുള്ള സർക്കിളിൻ്റെ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു ക്വാഡ്രിലാറ്റർ ആണെങ്കിൽ, അതായത് ഈ ABCD എന്ന് പറയുന്ന
കോട്ടിലാറ്ററിൻ്റെ വെർട്ടിസസ് എല്ലാം സർക്കിളിലെ പോയിന്റുകളാണ് ആയിട്ടാണ് വരുന്നത്. എയും ബിയും സിയും ഡിയും എല്ലാം എന്തുവാണ്? സർക്കിളിലെ പോയിന്റുകളാണ്. അങ്ങനെയുള്ള ഒരു കോട്ടിലാറ്ററിനെ പറയുന്ന പേരാണ് സൈക്ലിക് കോട്ടിലാറ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ സം ഓഫ് ദി ഓപ്പോസിറ്റ് വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഇത് എക്സ് ഇത് വൈ ആണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180 ഡിഗ്രി. അത് നിങ്ങൾ പ്രത്യേകം പഠിക്കണം. ദി സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ ഈസ് ആൾവേസ് 180 ഡിഗ്രി. ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ പ്രോബ്ലം ചെയ്യാനൊക്കെ വേണ്ടി വരും. സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈസ് ആൾവേസ് 180 ഡിഗ്രി ആണ്. ഇവിടെ സംബന്ധിച്ചത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കും. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റുകളാണ്. ആംഗിൾ ഓൺ ആൻ ആർക്ക്, ആംഗിൾ ഇൻ എ സെമി സർക്കിൾ, സൈക്കിൾ കോട്ടിലാറ്റർ എന്ന് പറയുന്നത്. ആംഗിൾ ഓൺ ആൻ ആർക്ക് എന്ന് പറയുന്നത് ആംഗിൾ ഫോംഡ് ബൈ ദി സെയിം ആർക്ക് ഇൻ ദ സെയിം സെഗ്മെൻറ്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ. ആംഗിളിൻ്റെ സെമി സർക്കിൾ എന്ന് പറയുന്നത് എപ്പോഴും 90 ഡിഗ്രി ആണ്. അതായത് ഡയഗണലൊക്കെ ഫോം ചെയ്ത് വരുന്ന ഹാഫിലായിട്ട് വരുന്നത് വെച്ചുള്ളൊരു പ്രോബ്ലം ഞാൻ ചെയ്യിപ്പിക്കാം. സൈക്ലിക് കോട്ടിലാറ്റർ എന്ന് പറയുന്നത് എ കോട്ടിലാറ്ററൽ ഹൂസ് വെർട്ടിസസ് ഓൾ ലൈ ഓൺ എ സർക്കിൾ. അതിൻ്റെ ഒരു പ്രത്യേകത സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈസ് ആൾവേസ് 180 ഡിഗ്രി ആയിരിക്കും. ഇതിനെ സംബന്ധിച്ചുള്ള പ്രോബ്ലംസ് ഒക്കെ കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു പ്രോബ്ലം ഞാൻ ചെയ്തു തരാം. അത് വെച്ച് മറ്റ് പ്രോബ്ലംസൊക്കെ അടുത്ത ഇതിൻ്റെ പാർട്ട് 2ഉം 3 ഉണ്ടാവും. അതനുസരിച്ച് നമുക്ക് അടുത്ത പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ തന്നിരിക്കുന്ന ഇൻ ദ ഗിവൺ ഫിഗർ BC is the diameter of a circle and AB equal to AC. Then നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ABC കണ്ടുപിടിക്കണം. ABC ഈസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ ഓപ്ഷൻ തന്നിട്ടുണ്ട്. എ തന്നേക്കുന്ന 30 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ബി ആയിട്ട് തന്നിരിക്കുന്ന 45 ഡിഗ്രി തന്നിട്ടുണ്ട്. സി തന്നിരിക്കൊണ്ട് 60 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഡി 90 ഡിഗ്രിയെന്നും തന്നിട്ടുണ്ട്. ഇത്രയും ഓപ്ഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഫിഗർ ഇതാണേ. സർക്കിൾ വരച്ചു. അവർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞേക്കുന്നത്? BC ഈസ് ദ ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഇത് നമുക്ക് ഡയമീറ്ററായിട്ട് ഞാനങ്ങ് വരച്ചു. ഓക്കെ, ഇതിന് BC എന്ന് പേരും കൊടുത്തു. അതുപോലെ ബി എന്നൊരു ഇവിടെ നമുക്ക് എ എന്ന പോയിൻ്റ് ഉണ്ട്. അവിടെ പോകണം, ഇവിടെ പോകണം, റൈറ്റാണ്. ഇങ്ങനൊരു ഫിഗറാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ AB ഈക്വൽ ടു ഇത് എ എന്ന പോയിൻ്റാണ്. AB ഈക്വൽ ടു AC എന്ന് തന്നിട്ടുണ്ട്. പിന്നെ കൂടാതെ പറഞ്ഞേക്കുന്ന BC എന്ന് പറയുന്നത് ഡയമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അന്നേരം നേരത്തെ നമ്മൾ മോളി പറഞ്ഞ അനുസരിച്ച് ഡയമീറ്റർ ആണെങ്കിൽ ഇതൊരു സെമി സർക്കിൾ അല്ലേ? ഒരു ആംഗിൾ സബ്സ്റ്റൻഡഡ് ഇൻ ദ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രിയാണ്. അന്നേരം ഈ ആംഗിൾ നമുക്ക് എത്ര എടുക്കാൻ പറ്റും? 90 ഡിഗ്രി ആയിട്ട് എടുക്കാൻ പറ്റും. ആംഗിൾ A ഈക്വൽ ടു 90 ഡിഗ്രിയാണ് അല്ലേ? കാരണം എന്തുവാണ്? BC ഡയമീറ്റർ ആണ്. ഇതിപ്പം ഓബ്ജക്റ്റ് ടൈപ്പ് അല്ലാതെന്നതിന് നമുക്ക് റീസൺ എഴുതണമെങ്കിൽ BC ഈസ് ദ ഡയമീറ്റർ. ആംഗിൾ സബ്സ്റ്റൻഡ് ബൈ ദി സെമി സർക്കിൾ ആർ റൈറ്റ് ആംഗിൾ ഓർ റൈറ്റ് ആംഗിൾ മീൻസ് 90 ഡിഗ്രി. അതിനൊരു റീസൺ നമ്മളിത് കൊടുത്തു. റീസൺ അത് എഴുതാനും കഴിയും. അന്നേരം ഇതിനെ സംബന്ധിച്ച് പിന്നെ ഒരു പോയിൻ്റ് കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. AC ഈക്വൽ ടു ABയും തന്നിട്ടുണ്ട്. ഇത് രണ്ട് സൈഡ് ഈക്വലായ ഒരു ട്രയാങ്കിളിനെ നമ്മൾ ഐസോസിലിസ് ട്രയാങ്കിൾ എന്ന് പറയും. ആ ഐസോസിലിസ് ട്രയാങ്കിളിൻ്റെ ബേസ് ആംഗിൾസ് ആയ ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആയിരിക്കും. ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ച് ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടെ ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടണം അല്ലേ? സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ 180 ഡിഗ്രി. ഈ ആംഗിൾ A 90 ഡിഗ്രി ആണെന്ന് അറിയാം.
അതുകൊണ്ട് ബിയും സിയും എന്താണ് വരുന്നത്? ബി ഈക്വൽ ടു രണ്ടും കൂടി 180 ആയിരിക്കും. ഇത് എ ബിയും എ സിയും ഈക്വൽ ആയതുകൊണ്ട് രണ്ടും ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് 45 + 45 ആണ് അവിടെ കിട്ടുന്നത്. അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആംഗിൾ എ ബി സി ആണ് ചോദിച്ചത്. ആംഗിൾ എ ബി സി എന്ന് പറഞ്ഞാൽ ബി ആണ്. ബി എന്ന് നമുക്ക് എത്ര കിട്ടുമെന്നറിയാം? ആംഗിൾ എ ബി സി ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെ ഇവിടുത്തെ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഇങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റീസൺ അനുസരിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ട്, അതുപോലെ നിങ്ങൾക്ക് എഴുതുക. ഇതുപോലെ അല്ലാതെ റീസൺ വെച്ചുകൊണ്ട് നമുക്കിത് എഴുതാൻ സാധിക്കും. എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഇത് 100% നിങ്ങൾക്ക് എക്സാമിനേഷന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. വീഡിയോ കാണുക. ഇതിനെ കണ്ടിന്യൂവേഷൻ വീഡിയോസ് അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. സർക്കിൾസിനെ കുറിച്ചുള്ള 100% നിങ്ങൾക്ക് എക്സാമിനേഷന് വരുന്ന ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും ഇടുന്നത്. വീഡിയോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുക. കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.